മഴ തോരും മുംബൈയിൽ അലീനയുടെ മുൻപിൽ ക്ഷമയാചിച്ചുകൊണ്ട് റീത്ത വരികയാണ്. അതായത് റീത്തയുടെ ഈ ചതിയൊന്നും നമ്മുടെ മക്കൾക്കത്ര പിടിക്കുന്നൊന്നുമില്ല. അതായത് അലീനയുടെ സഹോദരങ്ങൾക്ക്, സ്റ്റാലിയുടെ മക്കൾക്ക്. അതായത് റീത്ത അവരെ അഭിപ്രായം പറയുമ്പോഴെല്ലാം അവരുടെ അഭിപ്രായത്തിന് കുറുകെ നിന്നുകൊണ്ട് അവർക്ക് യാതൊരു അഭിപ്രായമില്ല എന്നും താൻ തന്നെയാണ് തൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെന്നും പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയും. ഇവരെല്ലാവരെയും നോക്കുന്നത് താനായതുകൊണ്ട് തൻ്റെ തീരുമാനമാണ് ഇവർ അനുസരിക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ അവതക്കുട്ടി തിരികെ വന്നെത്തുന്നുണ്ട് കുളത്തൂപ്പുഴയിൽ വന്നെത്തുമ്പോൾ തന്നെ അലീനയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. വല്യപ്പച്ച എന്ന് പറഞ്ഞ് അലീന ഓടിച്ചെല്ലുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് സ്റ്റാലിനെ കണ്ട് അലീനയുടെ കാര്യത്തിൽ നീ ഒരു കടുത്ത തീരുമാനമേ എടുത്തേ മതിയാവുകയുള്ളൂ. ആ റീത്തയൊക്കെ അലീനയ്ക്ക് നേരെ കയർക്കാനായിട്ടും അലീനയ്ക്ക് നേരെ ഒരു യുദ്ധത്തിനായിട്ടും വരാനായിട്ട് പോവുകയാണ് ലാലിച്ച. അതുകൊണ്ട് തന്നെ നീ എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനം എടുക്കണമെന്ന് പറയുമ്പോൾ അലീനയിൽ എല്ലാ സ്വത്തും എഴുതി വയ്ക്കാനായിട്ട് സ്റ്റാലിൻ പോവുകയാണോ എന്നൊരു തോന്നൽ, ഒരു സൂചന നമുക്ക് കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.